ആദ്യമായിട്ട് അംഗനവാടിയിൽ നിന്ന് അമൃതപ്പൊടി കിട്ടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു തിന്നാൻ. അപ്പാടും തേങ്ങയും ശർക്കര ഇട്ടൊക്കെ ഇങ്ങനെ കുറേ കഴിക്കുമായിരുന്നു. പിന്നെ പിന്നെ ഭയങ്കര മടുപ്പായി. ഒരു 3, 4 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ ഈ അമൃതപ്പൊടി എന്താ ചെയ്യുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അമൃതപ്പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഒരു കട്ടകളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഉമ്മ ഉപ്പയൊക്കെ ആദ്യം ഞാൻ ചെറുപ്പത്തിലുള്ളപ്പോൾ ഓര് കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ തരും. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ അങ്ങനെയൊക്കെ കുറച്ച് കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇതെന്താ അവർക്ക് കഴിക്കണ്ടേ, എന്താ അവർക്ക് ഇഷ്ടമില്ലായിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മളെ മക്കൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടെ കഴിക്കാതെ നമുക്ക് തരുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്കും എൻ്റെ മോൾക്കൊക്കെ പനിയാണ്. ഞാൻ ഓളെന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വെറൈറ്റിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ നല്ല ഹെൽത്തിയും ആയിരിക്കുമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ഈ 2 ഗ്ലാസ് അമൃതപ്പൊടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു കട്ടകളൊന്നും ഇല്ലാതെ നല്ല പൊടിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം ഈ പൊടി പൊടിച്ചൊന്ന് മാറ്റി വയ്ക്കുക. ശേഷം ഒരു 3 മുട്ട എടുത്തിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ ഈ ബീറ്ററിലോ വെച്ചിട്ട് ബീറ്റ് ചെയ്യട്ടോ. അപ്പോൾ മധുരം ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ അമൃതപ്പൊടിയിൽ ഓൾറെഡി കുറച്ച് മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു പകുതി ഗ്ലാസ്സൊക്കെ എടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അല്ലാത്തവർക്കാണെങ്കിൽ ശർക്കര എടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ തീരെ വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ അമൃതപ്പൊടിൻ്റെ മാത്രം അമൃതം തന്നെ വെച്ച് കഴിക്കാവുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മിക്സി ചെയ്യുന്ന ആൾക്കാർക്ക് മിക്സിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച അമൃതപ്പൊടിയില്ലേ, അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തി കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ആക്കി ഇടുമ്പോൾ ചിലപ്പോൾ കട്ടായി പോകും എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡിൽ. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേറെ കളറോ അങ്ങനെ എന്തെങ്കിലും വേണ്ട ആൾക്കാർ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കൊക്കോ പൗഡറൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ചോക്ലേറ്റിൻ്റെ ഒരു കളറൊക്കെ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ കുക്കറിലോ പാത്രത്തിലോ എന്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിൽ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഈ ബാറ്റർ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളിട്ട് കൊടുത്ത് ഞാൻ കുക്കർ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണിഞ്ഞിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അമൃതപ്പൊടി കൊണ്ട് ഇനിയും എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ.